ഹായ് ഹലോ. അപ്പോൾ നമ്മളെ അംഗൻവാടിയിലെ ഓണ പ്രോഗ്രാമിനെത്തിയതാണ്. അപ്പോൾ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പൂക്കളം ഒരുക്കാനുള്ള സെറ്റിങ്സിലാണ് എല്ലാവരും. അപ്പം കുറച്ച് പേര് പൂക്കളൊക്കെ കീറാനും കുറച്ച് പേര് ഡിസൈൻ വരയ്ക്കാനും. മെയിൻ ഡിസൈനർ എന്ന് പറയുന്നത് ഈ അമ്മയും മോനുമാണ് കേട്ടോ. രാജശേഷിയും മോനും കൂടെ ആയിരുന്നു. അപ്പോൾ ഡിസൈനൊക്കെ വരയ്ക്കുന്നത് നോക്കി കുഞ്ഞുങ്ങൾ ചുറ്റും ഇരിപ്പുണ്ടായിരുന്നു. ഇത് മിക്കിയുടെ അമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് മിക്കിയുടെ അമ്മ ഞാൻ വൈറലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നെ ഒന്ന് വൈറലാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്പിളി ടീച്ചറും കുറച്ച് പേരൻസും കൂടി പൂക്കൾ വൃത്തിയാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഇത്തവണയും ടീച്ചർ പാട്ടുപെട്ടിയായിട്ടായിരുന്നു വന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ പാട്ടിൽ ഡാൻസ് കളിക്കുകയായിരുന്നു. ടയർഡായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊടുത്ത് അവരെ ഒന്നുകൂടി ഉത്സാഹഭരിതരാക്കി ഇരുത്തി. അങ്ങനെ നമ്മുടെ പൂക്കളും ഡിസൈനും ഒക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അത്തപ്പൂടലാണ് അടുത്ത പരിപാടി. അങ്ങനെ ഞങ്ങൾ പേരൻസ് എല്ലാം കൂടെ ചേർന്നാണ് അത്തപ്പൂ ഇട്ടത്. തുടക്കത്തിൽ 1-2 പേരേ ഉള്ളായിരുന്നെങ്കിൽ ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് അത്തപ്പൂ ഇട്ടത് കേട്ടോ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈം ആയപ്പോഴത്തേക്ക് നമ്മുടെ മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ചോക്ലേറ്റ്സുമായിട്ടാണ് വന്നത്. കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും കൂടെയുള്ള ചോക്ലേറ്റ്സുമായിട്ടാണ് മെമ്പർ ഈ വർഷം എത്തിയത് കേട്ടോ. പിന്നെ ഇനി ഞങ്ങളിട്ട അത്തപ്പൂ കാണണ്ടേ, ഇതാണ് ഞങ്ങളിട്ട അത്തപ്പൂ. ഇതിന് നടുക്കായിട്ട് ഒരു കുഞ്ഞൊരു ചട്ടി വിളക്കൊക്കെ നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഫൈനൽ സ്റ്റേജാണ്. ലാസ്റ്റത്തെ ആ ലെയർ ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ടച്ചപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് ഈ കൂട്ടത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ അത്തപ്പൂ ഇട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ വട്ടത്തിൽ നിർത്തിയിട്ട് അതിന് ചുറ്റും നിർത്തിയിട്ട് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓണ പ്രോഗ്രാമിന് നമ്മുടെ പേരൻസ് എല്ലാം കട്ടയ്ക്ക് ഒരേ മനസ്സോടുകൂടി ഒത്തൊരുമയായിട്ട് നമ്മൾ പറയത്തില്ലേ ഒരുമയുടെ ഓണം എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയായിരുന്നു. അങ്ങനെ നമ്മളാണ് ഓരോരുത്തരും ഓരോ ഐറ്റം ഏറ്റിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് വിഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കി വിഭവങ്ങളൊക്കെ ടീച്ചേഴ്സിൻ്റെ വകയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് അങ്ങനെ ഒന്നിച്ചൊരോണം. ഇതാണ് നമ്മുടെ അമ്പിളി ടീച്ചർ. പിന്നെ ഓണമായ പിന്നെ തിരുവാതിര എന്തോണം. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ തട്ടിക്കൂട്ടി ഒരു തിരുവാതിര റിഹേഴ്സൽ ചെയ്തു കേട്ടോ. അതിൻ്റെ കുഞ്ഞൊരു ഭാഗമാണിത്. ഇത് അപ്പം തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതായതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല കേട്ടോ. അങ്ങനെ തിരുവാതിരയുടെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് നമ്മളിത് അവിടെ സദ്യ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം കുഞ്ഞു മക്കൾക്ക് നമ്മുടെ മെമ്പർക്കുമാണ് കൊടുക്കുന്നത്. മെമ്പറെ നമ്മൾ ഈ കുഞ്ഞു കൂട്ടത്തിലാണ് എല്ലാ വർഷവും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം മക്കൾക്കും മെമ്പർക്കും ഒക്കെ നമ്മൾ ആദ്യം ഫുഡൊക്കെ കൊടുത്തു. നമ്മൾ പേരൻസും ടീച്ചേഴ്സും എല്ലാം കൂടിയാണ് വിളമ്പി കൊടുത്തത്. പിന്നെ 1-2 പേരാണെങ്കിൽ വാരി കൊടുക്കാനും കൂടെ ഇരിപ്പുണ്ടായിരുന്നു, വാരി കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക്. അപ്പം 1-2 അമ്മമാർക്കും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചോറ് കൊടുത്തു. അങ്ങനെ കുഞ്ഞിൻ്റെ വിഷുവിനാണെങ്കിൽ വലിയൊരു പപ്പടം കിട്ടി. അങ്ങനെ പപ്പടത്തിൻ്റെ സന്തോഷത്തിലിരിക്കും ആൾ കേട്ടോ. അങ്ങനെ വലിയ പപ്പടവും കൂട്ടി അതിനായിട്ട് കുറേ ഫോട്ടോയും ഒക്കെ എടുത്തു. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാവരും സദ്യ കഴിച്ചു. നമ്മുടെ ഓണസദ്യയിൽ ഇപ്രാവശ്യത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ചോറ്, സാമ്പാർ, പരിപ്പ്, പപ്പടം, പുളിശ്ശേരി, മോര്, അവിയൽ, 3 ടൈപ്പ് അച്ചാറുണ്ടായിരുന്നു, തോരൻ, പിന്നെ ഉപ്പേരി, സേമിയ പായസം, പിന്നെ പച്ചടി. അങ്ങനെ ഞങ്ങൾ നല്ല വിഭവസമൃദ്ധമായ സദ്യ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടിട്ട് ലാസ്റ്റ് ഞങ്ങൾ ബൈ പറഞ്ഞു പിരിഞ്ഞു.